നമസ്തേ, ജനൻ ഡിബേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ ജൽപ്പനങ്ങൾ അവസാനിക്കുന്നില്ല. ഇന്നലെ ചൈനയെ വാനോളം പുകഴ്ത്തി ഭാരതത്തെ പാതാളത്തോളം ഇകഴ്ത്തിയ നേതാവ് ഇന്ന് വംശീയ കലാപത്തിനും ഭാഷാ വിദ്വേഷത്തിനും ഉതകുന്ന പരാമർശങ്ങളാണ് അമേരിക്കയിൽ നടത്തിയത്. സിഖ് മതവിശ്വാസികൾക്ക് തലപ്പാവ് ധരിച്ച് ഗുരുദ്വാരകളിലേക്ക് പോകാൻ ഇക്കാലത്ത് പോരാട്ടം വേണ്ടിവരുമെന്നാണ് പുത്തൻ പ്രവചനം. അതുമാത്രമല്ല, RSSന് തമിഴ് ഭാഷയോട് എന്തോ അകൽച്ചയുണ്ടെന്നും ഒക്കെ ഈ നേതാവ് തട്ടിവിടുന്നു. വിടുവായത്തം എന്നല്ലാതെ എന്തു പറയാൻ? വിഘടനവാദിയോ രാഹുൽ? ജനൻ ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസിൽ നിന്നും പ്രതിനിധിയായി പ്രൊഫസർ റോണി കെ ബേബി, റിട്ടയർഡ് കേണൽ S ഡിന്നി എന്നിവരാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇതോടൊപ്പം ഇത് കാണുന്ന പ്രേക്ഷകർക്കും ഈ ഡിബേറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചർച്ചയിലേക്ക് ആദ്യം തന്നെ കടക്കുകയാണ്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതാവാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബിയോട് തന്നെ ആദ്യമേ തന്നെ ഇതേപ്പറ്റി ചോദിക്കുകയാണ്. ഇന്നലെ നമ്മൾ ഇക്കാര്യം ചർച്ച ചെയ്തതാണ്, വിശദമായി ചർച്ച ചെയ്തതാണ്. നമ്മൾ കരുതിയത് രാഹുൽ ഇന്നലെ കൊണ്ട് അത്തരത്തിലുള്ള അബദ്ധജടിലമായ തൻ്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ ഇന്നും അദ്ദേഹം അമേരിക്കയിൽ ഭാരത വിരുദ്ധ പരാമർശങ്ങൾ അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിന് ഇത് മനസ്സിലാകുന്നില്ലയോ അതോ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് അദ്ദേഹം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യം, സിഖ് മതവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ഗുരുദ്വാരകളിലേക്ക് പോകണമെങ്കിൽ, അവർക്ക് തലപ്പാവ് അണിഞ്ഞ് അവരുടെ ഗുരുദ്വാരകളിലേക്ക് പോകണമെങ്കിൽ അതിന് പ്രത്യേക പോരാട്ടം വേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്. രണ്ട്, തമിഴ് ഭാഷയോട് ഇവിടുത്തെ പ്രധാനപ്പെട്ട സംഘടനയായ RSSന്, അതായത് RSSുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന BJPക്ക് ഒക്കെ, അല്ലെങ്കിൽ സംഘപരിവാറിൽ നിന്ന് കൂട്ടിക്കോളൂ, അവർക്ക് തമിഴ് ഭാഷയോട് എന്തൊക്കെയോ വിരോധം. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞതിൽ ഈ ഒരു കാലത്തും യോജിക്കാൻ കഴിയാത്ത രണ്ട് പരാമർശങ്ങൾ. എന്താണ് ഇതിൻ്റെ വിശദാംശം? പ്രൊഫസർ റോണി കെ ബേബി. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധി ഇന്ന് സംസാരിച്ച രണ്ട് കാര്യങ്ങൾ ഇവിടെ കോട്ട് ചെയ്തത്, അദ്ദേഹം അവിടെ അഡ്രസ് ചെയ്തത് ഇന്ത്യൻ ഡയസ്പെറയാണ്. അതായത് അമേരിക്കയിലും ഒക്കെ ടെക്സാസിലും ഡല്ലാസിലും ഒക്കെ ഒരു വലിയ സംഖ്യ ഇന്ത്യൻ വംശജരുണ്ട്, അല്ലെ ഇന്ത്യയിൽ അവിടേക്ക് കുടിയേറി പാർത്തവരുണ്ട്. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ടറിയാം, ഇവിടെ ഇപ്പോൾ സിഖ് മതവുമായി ഇവിടെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ. കാരണം നമുക്കറിയാം അവിടെ കാനഡയിലും പ്രത്യേകിച്ചും അമേരിക്കയിലും ഒക്കെ അവിടെ നമുക്കറിയാം ഈ സിഖ് മതവിശ്വാസികളെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ ഈ പഴയ ഖാലിസ്ഥാൻ വാദമൊക്കെ അവിടെ പറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. രാഹുൽ ഗാന്ധി അവരെ അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ അവരെ വേട്ടയാടുന്നതിന്റെ മറവിൽ, അല്ലെങ്കിൽ അവരെ നമുക്ക് അവരെ രാജ്യദ്രോഹികളാണ്, തീർച്ചയായിട്ടും അവരെ നമുക്ക് നിശബ്ദരാക്കണം, അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണം. കാരണം കാനഡയൊക്കെ ശക്തമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ സിഖ് സമുദായത്തെ പൊതുവായി അവിടെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെയാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ചൂണ്ടിക്കാണിച്ചത്. രണ്ട്, ഇവിടെ ഈ പറയുന്ന തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യം. കാരണം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം, കാരണം അത് എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ മാത്രമുള്ള ഒരു വിഷയമല്ല. കാരണം സൗത്ത് ഇന്ത്യയിലേക്കുള്ള, ദക്ഷിണേന്ത്യയിലേക്കുള്ള ഒരു ബ്രാഹ്മണിക്കൽ ഒരു അഗ്രഷൻ, അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണിക്കൽ കടന്നുകയറ്റം, ആ ബ്രാഹ്മണിക്കൽ കടന്നുകയറ്റത്തെ ആയിരക്കണക്കിന് വർഷങ്ങളായി ചേർത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നത് ദ്രാവിഡ സംസ്കാരമാണ്. അപ്പൊ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. സംസ്കൃതം, ഹിന്ദി, അതുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരം, അതിന്റെയൊക്കെ ഒരു അധിനിവേശം അവിടെ. അതാണ് നമ്മൾ ഈ പറയുന്ന ഒരു ദ്രാവിഡ ഘടകത്തിനൊക്കെ സംസ്കാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പെരിയോർ രാമസ്വാമി നായ്ക്കർ, അതിലേക്ക് ഒരു ചരിത്രത്തിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കടുത്ത ഈ പറയുന്ന ഒരു ദ്രാവിഡ വേഴ്സസ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സാൻസ്ക്രിറ്റ്, അല്ലെങ്കിൽ ഒരു ഹിന്ദി പിന്നെ ഒരു പോരാട്ടത്തിന്റെ പശ്ചാത്തലം നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോഴും തുടരുന്നുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി പിന്നെ സ്വാഭാവികമായിട്ടും അവിടെ ഉദ്ദേശിച്ച കാര്യം അത് അദ്ദേഹത്തെ കൃത്യമായ നിലപാടാണ്. കാരണം ഇന്നലെ അദ്ദേഹം പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ആവർത്തിക്കുന്നത്. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞു, കാരണം എന്താ, ഇവിടെ RSSും കോൺഗ്രസും ഭിന്ന ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന രണ്ട് നരേറ്റീവ് ഉണ്ട്. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു പുതിയ കാഴ്ചപ്പാടല്ല. കാരണം 1925 RSS രൂപം കൊണ്ട് അന്ന് മുതൽ കോൺഗ്രസും RSSും രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുവാൻ കാരണം ശാസ്ത്രപരമായി ഈ രാജ്യത്തെ എങ്ങനെയാണ് ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ നോക്കിക്കാണുന്നത് എന്ന കാഴ്ചപ്പാടില്ല. RSS മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, അല്ലെങ്കിൽ ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു അഖണ്ഡ ഭാരത സംസ്കാരത്തെയാണ്, അഖണ്ഡ ഭാരതത്തെയാണ് RSS മുന്നിൽ കാണുന്നതെങ്കിൽ
കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ രാജ്യം എന്നത് വൈവിധ്യങ്ങളാണ്. കോൺഗ്രസിന് അഖണ്ഡ ഭാരതം, ഒരു മിനിറ്റ് ഞാൻ ഇടപെടുകയാണ്. കോൺഗ്രസിന് അഖണ്ഡ ഭാരതം എന്നൊരു സങ്കല്പമില്ല. കോൺഗ്രസിന് ഖണ്ഡഭാരതമാണ്. എല്ലാം വിഭജിച്ചു കൊടുക്കുക. ഇവിടെ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉദാഹരണം പറയുകയാണ്, ഓരോ സ്റ്റേറ്റും ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം എന്നുള്ള, അല്ലെങ്കിൽ ഖാലിസ്ഥാൻ, പഞ്ചാബിൽ അതാണല്ലോ ഖാലിസ്ഥാൻ വാദം. അവരെല്ലാം പറയുകയാണ് ഞങ്ങൾക്ക് സ്വന്തം രാജ്യം വേണം. അങ്ങനെയാണെങ്കിൽ ആ രാജ്യം അങ്ങ് വിട്ടുകൊടുത്തേക്കാം. അതാണോ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ കോൺഗ്രസ് എതിർക്കുന്നു എന്ന് പറയുമ്പോൾ അതാത് സംസ്ഥാനങ്ങൾ പുത്തൻ രാജ്യം വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നാൽ അവർക്കതങ്ങ് കൊടുക്കുക എന്നുള്ളതാണോ നയം? ഇതുമായിട്ട് ഈ പറയുന്ന അഖണ്ഡ ഭാരതവും അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡിവൈഡ് പോളിസി അല്ലെങ്കിൽ ഡിവൈഡ് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടുമായിട്ട് ഒരിക്കലും ഇതിന് പൊരുത്തപ്പെടുന്നില്ല. ഇവിടെ പറഞ്ഞു സിഖുകാർക്ക് രാജ്യം കൊടുക്കാൻ വേണ്ടി. കാരണം അവിടുത്തെ സിഖ് കലാപം അവസാനിപ്പിക്കാൻ വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു നേതാവിന്റെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും കോൺഗ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള വിധ്വംസക ഛിദ്രശക്തികളുമായി ഒരിക്കലും കോൺഗ്രസ് കോംപ്രമൈസ് ചെയ്തില്ല. പക്ഷെ അവിടെ പറയുന്നത് എന്താണെന്നറിയോ? കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെയാണ്. ഈ രാജ്യത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണഘടന രൂപം കൊണ്ട കാലഘട്ടം മുതൽ, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ ആ കാലഘട്ടം മുതൽ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു വൈവിധ്യങ്ങളുടെ. അതുകൊണ്ടാണല്ലോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയിൽ ഈ രാജ്യത്തെ നിർവചിച്ചത് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്നുള്ള. ഈ രാജ്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളിലാണ്, ബഹുസ്വരതയിലാണ്. പക്ഷെ RSS മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാട്, അവിടെയാണ് ഞങ്ങൾക്ക് RSS ഉള്ള ഞങ്ങൾ വിയോജിപ്പ് എന്ന് പറയുന്നത്. RSS മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് പറയുന്നത് ഏകശിലാത്മകമായിട്ടുള്ള ഈ വൈവിധ്യങ്ങളെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് അതിന്റെ മുകളിൽ, അല്ലെങ്കിൽ ഈ ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഒരു ചരിത്രം, ഒരു സംസ്കാരം എന്ന് രൂപപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ്, ഈ വൈവിധ്യങ്ങളെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട്. കാരണം വൈവിധ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് രാജ്യം മുന്നോട്ട് പോകത്തില്ല. വൈവിധ്യങ്ങളെ ഇല്ലാതാക്കി എങ്ങനെ രാജ്യം മുന്നോട്ട് പോകാൻ ആരൊക്കെ ചരിത്രത്തിൽ ശ്രമിച്ചിട്ടുണ്ട് അവരൊക്കെ തകർന്നു പോയിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ, യുഗോസ്ലോവാക്യ, ചെക്കോസ്ലോവാക്യ തുടങ്ങിയ എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്ര വലിയൊരു മൈറ്റി എംപയർ ആയിരുന്നു USSR, അല്ലെ സോവറിൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അവര് ചീട്ടുകൊട്ടാകുമ്പോൾ തകർന്നു പോയില്ലേ? അതിന് കാരണം എന്താ? അവർ വൈവിധ്യങ്ങളെ ബഹുമാനിക്കാത്തതുണ്ട്. എന്തുകൊണ്ടാണ് ഈ രാജ്യം സ്വാതന്ത്ര്യം നേടി ഈ 8 പതിറ്റാണ്ടായി ഈ രാജ്യം ഇന്നും നിലനിൽക്കുന്നത്? കാരണം ആ വൈവിധ്യങ്ങളെ മുഴുവൻ നമ്മൾ നമ്മുടെ ഭരണഘടന റെപ്രസെന്റ് ചെയ്തു. ഇന്ത്യൻ ഭരണഘടന തന്നെ അംഗീകരിച്ചിരിക്കുന്ന 22 ഭാഷയുണ്ട്. എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യമുണ്ട്. മത സ്വാതന്ത്ര്യം നേതൃത്വം ഉറപ്പു നൽകുന്ന രാജ്യമാണ് ഇത്രയും. അത്രയും വൈവിധ്യങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത്, അവർ ബ്യൂട്ടി, നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ വൈവിധ്യങ്ങളിലാണ്. ആ വൈവിധ്യങ്ങളെ തകർക്കാനായിട്ട് ഒരിക്കലും കോൺഗ്രസ് അനുവദിക്കില്ല. പിന്നെ ഇവിടെ രാഹുൽ ഗാന്ധി പിന്നെ ഈ പറയുന്ന രാജ്യവിരുദ്ധനെന്നും രാജ്യദ്രോഹി എന്നും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ രാജ്യത്തെ ഒന്നിപ്പിക്കുവാൻ ഭാരത് ജോഡോ യാത്രയുമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഈ രാജ്യത്തിന്റെ നെടുകയും കുറുകയും നടന്ന ഒരു നേതാവാണ് ശ്രീ രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി നൽകിയ സന്ദേശമാണ് ഈ അഭി പാർ 400 പാർ എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്ന നരേന്ദ്രമോദി. അദ്ദേഹം ഒരു കേവല ഭൂരിപക്ഷത്തിൽ പോലും BJP എത്താതെ ഇന്ന് നിലനിൽക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന ഈ ബഹുസ്വരതയുടെ സന്ദേശം, ഈ രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള സന്ദേശം ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ രാഹുൽ ഗാന്ധി ഇന്നത്തെ പ്രസംഗം കേട്ട ആളാണ്. ഞാൻ ഇന്നത്തെയും ഈ പ്രസംഗം കേട്ടത് ഇതൊരു ഔട്ട് ഓഫ് കോൺടെക്സ്റ്റിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇന്നലെ ചർച്ച ചെയ്തു അമേരിക്കൻ മോഡലാണോ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. കാരണം അവിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധി പറഞ്ഞത് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ്, ഇന്ത്യ യൂണിയൻ ഓഫ് ഇന്ത്യയാണ്. അതല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. അമേരിക്ക എങ്ങനെയാണ് വൈവിധ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നത്? കാരണം നമുക്കറിയാം വലിയ രീതിയിൽ വൈവിധ്യങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അവിടെ ഫിലിപ്പിനോസ് ഉണ്ട്, ലാറ്റിനോസ് ഉണ്ട്, മെക്സിക്കൻസ് ഉണ്ട്, ആഫ്രോ ഏഷ്യൻസ് ഉണ്ട്, ഇന്ത്യൻസ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള സങ്കരങ്ങള് നമുക്കറിയാം. ആഫ്രിക്കയിൽ നിന്നൊക്കെയുള്ള വലിയ വംശ ആളുകളൊക്കെ ഉണ്ട്. അത്രയും വൈവിധ്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്ന രാജ്യമാണ് അമേരിക്ക. അതാണ് ഇന്ത്യയും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്നലെ ഇവിടെ ചർച്ച ചെയ്തത് ഇന്ത്യ 28 രാജ്യങ്ങളായി മാറണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാണ്. ഒരിക്കലും രാഹുൽ ഗാന്ധി സ്റ്റേറ്റ് എന്ന വാക്ക് നമ്മൾ മലയാളീകരിച്ചപ്പോൾ ഉണ്ടായ കൺഫ്യൂഷൻ ആണ്. ഇന്ന് അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പറഞ്ഞ എന്താ? അവിടെ 50 രാജ്യങ്ങളാണ് അമേരിക്കയിലുള്ളത്. അല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് 50 സംസ്ഥാനങ്ങൾ. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളാണ്. പിന്നെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും രാജ്യം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ കാണേണ്ടത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലാണ് കാണേണ്ടത്. അതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അമേരിക്കയും വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നു, ഇന്ത്യയും വൈവിധ്യങ്ങളെ സംരക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയിൽ നടക്കുന്ന പോരാട്ടം ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഉള്ള പോരാട്ടം എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത്. അല്ലാതെ അദ്ദേഹം ഈ പറയുന്ന രാജ്യത്തെ ഛിദ്രശക്തികളെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ രാജ്യത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. അദ്ദേഹം പറയാത്ത കാര്യങ്ങളാണ് ഇവിടെ ചർച്ച പറയാത്ത കാര്യങ്ങൾ ഒരിക്കലും ചർച്ചയോ വിവാദമോ ആകില്ല. തികച്ചും ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തി എന്നുള്ള തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ, കേരളത്തിലെ ഒരു മാധ്യമവും ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. ജനൻ TV മാത്രമാണ് തുടർച്ചയായി ഇന്നലെയും ഇന്നും ഈ വിഷയം അത്ര രാജ്യവിരുദ്ധ പരാമർശങ്ങൾ അടങ്ങിയതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദേശീയ മാധ്യമങ്ങളിൽ ചില
മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഇന്നലെ ചൈനയെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് നടത്തിയ പ്രഭാഷണമുണ്ട്. ഇന്ന് അതേപോലെ തന്നെ കൃത്യമായി സിഖ് വംശജർക്ക് വേണ്ട സ്വാതന്ത്ര്യം ഇവിടെ ലഭിക്കുന്നില്ല എന്ന് ധ്വനിക്കുന്ന പരാമർശം നടത്തി. തമിഴ് ഭാഷയോട് എന്തോ അവഗണന കാട്ടുന്നു എന്നുള്ള പരാമർശം നടത്തി. ഇതൊക്കെ തികച്ചും രാജ്യത്ത് ഇത്തരത്തിലുള്ള മതവിദ്വേഷം അല്ലെങ്കിൽ ഭാഷാപരമായ വേർതിരിവ് മനുഷ്യൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറയ്ക്കുന്ന പരാമർശങ്ങളാണ് എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾക്ക് BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭനിലേക്ക് പോകേണ്ടതുണ്ട്. ഈ രാഹുൽ പറയുന്ന പരാമർശങ്ങൾ ഇതൊന്നും രാജ്യവിരുദ്ധമല്ല എന്നാണ് കോൺഗ്രസ് പ്രതിനിധി പറയുന്നത്. നമുക്ക് ശ്രീപത്മനാഭനിലേക്ക് പോകാം. അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, ഇവിടെ കോൺഗ്രസ് പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ റോണി കെ ബേബി പറയുന്നത് ഇതൊന്നും ഭാരതവിരുദ്ധ പരാമർശമല്ല, ചൈനയെ വാനോളം പുകഴ്ത്തിയാണ് ഇന്നലെ സംസാരിച്ചത്. ഇന്നലെ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്തതാണ്. ചൈന കുതിപ്പിൻ്റെ പാതയിലാണ്, ഭാരതത്തിൽ വികസനങ്ങളൊന്നും നടക്കുന്നില്ല, എല്ലാം തകർച്ചയിലേക്കെന്ന് പറയുന്നു, രാജ്യങ്ങളെ താരതമ്യം ചെയ്ത് പറയുന്നു. ഇന്ന് പറഞ്ഞതിൽ തമിഴ് ഭാഷയോട് ഇവിടുത്തെ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ ഇവിടെ ഭരണകക്ഷി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് തമിഴ് ഭാഷയോട് എന്തൊക്കെയോ വലിയ വിരോധമുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ സിഖ് മതവിശ്വാസികൾക്ക് തലപ്പാവ് ധരിച്ച് അവരുടെ ഗുരുദ്വാരകൾ പോകണമെങ്കിൽ പോരാട്ടം തന്നെ വേണ്ടിവരും എന്നൊക്കെ പറയുന്നു. ഇതൊന്നും ഭാരതവിരുദ്ധ പരാമർശമല്ല എന്നാണ് പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ രാഹുലിൻ്റെ ഇന്നലെയും ഇന്നുമായി ഒക്കെ നടക്കുന്ന ഇത്തരം പരാമർശങ്ങളെ? ശ്രീപത്മനാഭൻ. ഈ രാഹുൽ ഗാന്ധി സിഖ് സമുദായവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം ഇന്ത്യ ടുഡേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വായിക്കാം. On Monday, Rahul Gandhi said, the fight in India is about whether a Sikh is going to be allowed to wear a turban. അതിന് മലയാളം എന്താണ്? ഇന്ത്യയിൽ നടക്കുന്ന യുദ്ധം എന്തിനു വേണ്ടി ഒരു സിഖുകാരനെ അയാളുടെ തലപ്പാവ് ധരിക്കാൻ അനുവദിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. രണ്ട്, whether a Sikh will be allowed to wear a kada or go to the Gurudwara. ഒരു സിഖുകാരനെ അദ്ദേഹത്തിന് കാർഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹർപീസ് പൂരി ഇന്നത്തെ കേന്ദ്രമന്ത്രി പറഞ്ഞത് എനിക്കിത് എന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ധരിക്കാനോ അല്ലെങ്കിൽ ഗുരുദ്വാരയിൽ പോകാനോ അനുവദിക്കുമോ എന്നുള്ളതിനെ സംബന്ധിച്ചാണ് യുദ്ധം. ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്? ഞാൻ അറിയാൻ ചോദിക്കാം, വാട്ട് ഈസ് ഹിസ് പ്രോബ്ലം? ഞാൻ ഇന്ന് അത് ചിന്തിച്ചു, ഇയാൾക്ക് എന്താ പ്രോബ്ലം? അപ്പം എനിക്ക് ഉത്തരം കിട്ടി. നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് ഓർമ്മിപ്പിക്കാം. ബാലക് ബുദ്ധി, ബാലകന്റെ ബുദ്ധി, ചെറിയ കുട്ടികളുടെ ബുദ്ധിയാണ്, ചെറിയ കുട്ടികളുടെ ബുദ്ധിയാണ്, അല്ലാണ്ട് ആരും ഇങ്ങനെ പറയില്ല. കാരണം പഞ്ചാബിലെ ആണല്ലോ സിഖ് സമുദായം കാര്യമായി ജീവിക്കുന്നത്, പിന്നെ ഡൽഹി, ഹരിയാന ചുറ്റു പ്രദേശങ്ങളിൽ, ബാക്കി വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചില സംസ്ഥാനങ്ങളിൽ ഗണ്യമായ ജനസംഖ്യയുണ്ട്, ചില സംസ്ഥാനങ്ങളിൽ ഇല്ല. ഏതായാലും ഈ പ്രദേശങ്ങളിലാണ് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ചണ്ഡീഗഡ്, ഡൽഹി, രാജസ്ഥാൻ, ഈ പ്രദേശങ്ങളിലാണ് സിഖ് സമുദായം ജീവിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയ സംഘടന SGPC ആണ്, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി. അവരിങ്ങനത്തെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ലല്ലോ. പഞ്ചാബിലൊരു മുഖ്യമന്ത്രിയുണ്ട് സിഖ് സമുദായത്തിൽ നിന്നുള്ള മാൻ, നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി. അവരിങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുണ്ട്, ഹർപ്രീത് കൂടാതെ റവനീത് സിംഗ് ബിട്ട. ആരാന്നറിയോ? പഴയ കോൺഗ്രസിൻ്റെ പഞ്ചാബ് മുഖ്യമന്ത്രി BN സിംഗിൻ്റെ മകൻ്റെ മകനാണ്. ഇപ്പോൾ കോൺഗ്രസ്സുകാരെ മക്കളും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളും മക്കളൊക്കെ BJPയിലാണല്ലോ. അപ്പോൾ അവിടെ അതുണ്ട്. മകൻ്റെ മകൻ റവനീത് സിംഗ് ബിട്ട ഇത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ലല്ല, അത് അല്ല, ജ്യോതിരാദിത്യ സിന്ധ്യ BJPയിലല്ലേ? ജ്യോതിരാദിത്യ സിന്ധ്യ BJPയുടെ കേന്ദ്രമന്ത്രിയല്ലേ? പിന്നെ നമ്മളെ ജിതിൻ പ്രസാദ BJPയിലല്ലേ? അപ്പോൾ അതൊക്കെ നടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങോട്ട് ഈ വിവരം എവിടുന്ന് കിട്ടി? ഇന്ത്യയിലെ ഒരു സിഖ് നേതാവും പറയാത്ത കാര്യം, അതല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത കാര്യം, ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനും പറയാത്ത കാര്യം, ശിരോമണി ഗുരുദ്വാര പ്രബന്ധക് കമ്മിറ്റി പറയാത്ത കാര്യം ഇങ്ങോട്ട് എവിടുന്ന് കിട്ടി? അപ്പം അതാ ഞാൻ പറഞ്ഞത്, ബാലക് ബുദ്ധി, കുട്ടിയുടെ ബുദ്ധിയാണ്. പിന്നെ ഇങ്ങോട്ട് വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല, അങ്ങോട്ട് വേറെയും എന്താണ്, ഇന്ത്യയിലെ സ്ത്രീകളെ അടുക്കളയിലാക്കാൻ
ആണ് RSS BJP ശ്രമിക്കുന്നത്. അവർ പുറത്തു വരുന്ന ഇഷ്ടമല്ല. ഇവിടുത്തെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കേണ്ടത് ഒരു ധനകാര്യമന്ത്രിയുടെ എന്താ പറയുക നയപരമായ തീരുമാനങ്ങളിലൂടെ ബഡ്ജറ്റിലൂടെയൊക്കെ അത് നിശ്ചയിക്കുന്നത് നിർമ്മല സീതാരാമൻ എന്ന മഹിളയാണ്. രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ഒരു ആദിവാസി മഹിളയാണ്. ആദിവാസി മഹിള. ഇതൊക്കെ സംഭവിച്ച നാട്ടിൽ പറയുകയാണ് ഇവരെ അടുക്കളയിൽ ഇരുത്താനാണ് ശ്രമം. ഇത് ബാലക് ബുദ്ധിയാണ്. ഈ രാഷ്ട്രപതിയുടെ നന്ദി പ്രമേയ ചർച്ചയിൽ ഇങ്ങോട്ട് 2 കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞു എന്താണ് അഗ്നിവീറിൽ മരണപ്പെട്ടവർക്ക് ഒരു പൈസയും കൊടുക്കുന്നില്ല. 98 ലക്ഷം രൂപയാണ് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. 98 ചില്ലുവാനം, അതായത് ഇൻഷുറൻസ് പ്ലസ് കോമ്പൻസേഷൻ. പിന്നെ സംസ്ഥാന സർക്കാരുകൾ വേറെ പൈസ കൊടുക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിലൊക്കെ മരിച്ചാൽ അവർ 10 ലക്ഷം കൊടുക്കുന്നുണ്ട്. രാജസ്ഥാനും അത്ര തുല്യമായ തുക കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സംഗതി രാജ്യത്ത് പകൽ പോലെ സ്പഷ്ടമായിരിക്കെ അഗ്നിവീറിൽ ഇരിക്കെ മരിച്ച 2 പേർക്ക്, ഒന്ന് മഹാരാഷ്ട്രയിൽ നിന്നും ഒന്ന് രാജസ്ഥാനിൽ നിന്നാണ് എൻ്റെ ഓർമ്മ, അവർക്കൊക്കെ 1 കോടിയിലധികം രൂപ കിട്ടിയിരിക്കുന്നു. പിന്നെ പറഞ്ഞു MSP ഇല്ല ഇന്ത്യയിൽ. എന്താ പറയുക, MSP ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് കേന്ദ്ര സർക്കാർ ഇറക്കി. ഇവിടെ കേരളത്തിൽ നമ്മൾ ചർച്ച ചെയ്ത ഓർമ്മയില്ലേ നെല്ലിൻ്റെ വില സമയത്ത് കിട്ടാത്തതിൻ്റെ പേരിൽ ആലപ്പുഴയിൽ ആത്മഹത്യ ചെയ്ത വിഷയം. അപ്പം നമ്മളന്ന് പറഞ്ഞല്ലോ 21 രൂപ കേന്ദ്രം കൊടുക്കുന്നു, 7 രൂപ സംസ്ഥാനം കൊടുക്കുന്നു, അങ്ങനെ 28 രൂപ കൊടുക്കുന്നു എന്ന്. അപ്പോൾ 21 രൂപ കേന്ദ്രം കൊടുക്കുന്നു. ഇവിടെ സംസ്ഥാന സർക്കാർ അതെടുത്ത് വകമാറ്റി ചെലവഴിച്ച് പിന്നെ അത് ലോണാക്കി പല കളിയും കളിച്ചിട്ടാണ് കുഴപ്പാക്കിയത്. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും MSP ഉണ്ട്. അപ്പോൾ MSP ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് രാജ്യരക്ഷാ വകുപ്പ് മന്ത്രി നീറ്റ് എന്ന് പറഞ്ഞു തെറ്റാണ്. ആ സമയത്ത് കൃഷി വകുപ്പ് മന്ത്രി നീറ്റ് പറഞ്ഞു തെറ്റാണ്. അപ്പോൾ ഇങ്ങോട്ട് ഹീസ് നോട്ട് വെൽ ഇൻഫോംഡ്. ഇയാളെ കാര്യങ്ങൾ ആരും ബോധിപ്പിക്കുന്നില്ല കൃത്യമായിട്ട്. ഇങ്ങാരാണ് പഠിച്ച് മനസ്സിലാക്കുന്നുമില്ല. അപ്പോൾ ബാലക് ബുദ്ധി, അറിവില്ലായ്മ. എനിക്കിപ്പോൾ ദേഷ്യം തോന്നാറില്ല ഈ മനുഷ്യനോട്, സഹതാപമാണ് ഈ മനുഷ്യനോട്. ബാലക് ബുദ്ധിയാണ്. ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ജനൻ ചാനലിൽ തന്നെ പങ്കെടുത്ത ശ്രീ മോഹൻ തോമസ് ഒരു കാര്യം പറഞ്ഞു. ഒരു വിദേശ രാജ്യത്ത് പോയി സംസാരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിക്കണം. നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മോശമായ രീതിയിൽ ചിത്രീകരിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. BJP കാരനല്ല പറഞ്ഞത്, ഒരു നിഷ്പക്ഷ നിരീക്ഷകനായ മോഹൻ തോമസ് വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളാണ്. പലപ്പോഴും BJPയെ നിശിതമായി വിമർശിക്കുന്ന ആളാണ്. അദ്ദേഹം ഇന്നലെ ജനറൽ ചാനലിൽ പറഞ്ഞ നമ്മൾ കേട്ടല്ലേ. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലേക്ക് വളർന്നിട്ടില്ല. ഒരുപക്ഷെ ബുദ്ധിപരമായ പ്രശ്നം കൊണ്ടായിരിക്കും. ബാലക് ബുദ്ധി എന്ന് നരേന്ദ്രമോദി പറയണമെങ്കിൽ 11 കൊല്ലം മുഖ്യമന്ത്രിയും 10 കൊല്ലം പ്രധാനമന്ത്രിയും ആയ ഒരാളുടെ നാവുമെന്നാണല്ലോ വാക്ക് വീണത്. അത് വെറുതെ വീഴൂല. പാർലമെന്റിന്റെ അകത്തുനിന്നാണ് പറഞ്ഞത്, പുറത്തുനിന്നല്ല. ബാലക് ബുദ്ധി. അപ്പോൾ ഇങ്ങനെ നിരുത്തരവാദപരമായി പഠനങ്ങൾ നടത്താതെ ആരെപ്പറ്റിയാണ് പറയുന്നതെന്ന് പോലും അറിയാതെ ഓർക്കാതെ സ്വന്തം രാജ്യത്തെ പറ്റി ഇവിടെ സിഖുകാർക്ക് തലപ്പാവ് ധരിക്കാൻ എന്താ ഒരു ബുദ്ധിമുട്ട്? അവർക്ക് ഗുരുദ്വാരയിൽ സിഖുകാർ തലപ്പാവ് ധരിച്ച ശ്രീപത്മനാഭൻ തലപ്പാവ് ധരിച്ച സിഖുകാർക്ക് തലയില്ലാതെ പോയ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിൽ തലപ്പാവ് ധരിച്ചതിന്റെ പേരിൽ അവരുടെ ശിരസ്സറുത്ത ഒരു പാർട്ടി, ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടികളാണ് ഇപ്പോൾ പറയുന്നത് സിഖുകാർക്ക് ഇവിടെ ഗുരുദ്വാരയിൽ പോകാൻ കഴിയില്ല എന്നുള്ളത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. റിട്ടയർഡ് കേണൽ ശ്രീ ഡെന്നിയിലേക്ക് ജഗദീഷ് ടൈറ്റ്ലർ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തു കഴിഞ്ഞ ആഴ്ച. നിരവധി ഉദാഹരണങ്ങളുണ്ട്. റിട്ടയർഡ് കേണൽ ഡെന്നി ഈ പ്രത്യേകിച്ചും അങ്ങ് സൈനിക മേഖലയിൽ സേവനമനുഷ്ഠിച്ച ഒരാളാണ്. ചൈന ഏത് രീതിയിലാണ് ഭാരതത്തോട് ഇടപെടുന്നത്, ഇപ്പോഴും ഏത് നിലയിലാണ് അവർ ഭാരതത്തെ കാണുന്നത്? നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കാനാണ് ചൈനയ്ക്കെന്നും താല്പര്യം. അവരെ പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ കൂടി പ്രതിപക്ഷ നേതാവാണ് രാഹുൽ. അദ്ദേഹം ഇവിടുത്തെ ഈ രാജ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്നു. നാളെ അല്ലെങ്കിൽ കാലഘട്ടം മാറി വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ പദവിയിൽ വരേണ്ട ആളാണ്. അങ്ങനെയുള്ള ഒരാൾ വേറൊരു രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി ചൈനയെ പുകഴ്ത്തി പറയുമ്പോൾ, നിങ്ങൾ സൈനികരെ പോലെയുള്ള സൈനിക മേഖലയിൽ ജോലി ചെയ്തിട്ടുള്ള, രാജ്യസ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ചും ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ, ഈ രാഹുലിനെ പോലെ ഉള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നടത്തുന്ന ഈ പരാമർശം എത്രമാത്രമാണ് വേദനിപ്പിക്കുന്നത് ശ്രീ എസ് ഡിന്നി?
തീർച്ചയായിട്ടും ഒരു കാര്യം യാതൊരു സംശയമില്ല. ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും അത്രയും ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അദ്ദേഹം സംസാരിക്കൂ എന്നുള്ളൊരു ധാരണ നമുക്കുണ്ട്. അതുപോലെ തന്നെ വെളിയിലുള്ള രാജ്യത്തിലെ ആളുകൾക്കും കാണും. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം പുറത്തു പോയി സംസാരിക്കുമ്പോൾ അത്രമാത്രം ഓരോ വാക്കിനും ഓരോരുത്തർ കേട്ട് നമ്മളെ ഭാരതത്തിനെ കുറിച്ചൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒപ്പീനിയൻ ഫോം ചെയ്യുന്നു എന്നുള്ള ഒരു ധാരണ അദ്ദേഹത്തിന് എപ്പോഴും വേണം എന്ന് തന്നെയാണ് വിശ്വസിക്കുന്ന ആളാണ്. അവിടെയാണ് ഇപ്പം ഈ ഒരു 2-3 ദിവസത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ്, അതിനകത്ത് പല പല അദ്ദേഹം ധാരാളം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് അത് നമുക്ക് പ്രത്യേകിച്ച് ഭാരതത്തില് തീർച്ചയായിട്ടും വിഷമം തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഞാൻ അതിന്റെ രാഷ്ട്രീയ പക്ഷത്തിലേക്ക് ഞാൻ പോകുന്നില്ല, പക്ഷെ വസ്തുതാപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും ഉണ്ട് എന്നാണ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ള ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എക്കണോമിക്കായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യം, അതായത് വലിയൊരു എക്കോണമി ആണെങ്കിൽ അത് ഭാരതമാണെന്ന് എല്ലാവരും സമ്മതിച്ചുള്ള കാര്യമാണ്. കഴിഞ്ഞ ആഴ്ചയാണ് വേൾഡ് ബാങ്ക് നമ്മുടെ ഭാരതത്തിന് 7% GDP ഗ്രോത്ത് ഉണ്ട് എന്ന് പറഞ്ഞ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ ചൈനയുടെ ഗ്രോത്ത് 4.8%. ഇത് കണക്കാണ്. അതുപോലെ തന്നെ ഇനി നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് ഇവിടെ ജോബ്സ് ഒന്നുമില്ല, ചൈനയിലാണ് ജോബ്സ് എന്നുള്ളത്. എനിക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് ചൈന +1 എന്നുള്ളൊരു കാര്യം ധാരാളം ദിവസങ്ങളായിട്ട് ഇന്ത്യയിലല്ല ലോകത്തെങ്ങും സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ഈ ചൈന +1 എന്നുള്ളത്? ഈ ചൈന +1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2013 തൊട്ട് നടക്കുന്നതാണ്. അതായത് ലോകത്ത് ഒരു കാലത്ത് ഒരു സമയത്ത് ചൈന അവരുടെ പ്രൊഡക്ഷനും അതായത് ലോ കോസ്റ്റ് ആയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. എല്ലാ ഇൻഡസ്ട്രീസും എല്ലാം ചൈനയിലേക്ക് വന്നു, അവിടെ തന്നെ ആയിരുന്നു എല്ലാം ഉള്ളത്. അത് യൂറോപ്യൻ യൂണിയൻ ആയാലും ശരി, ഏഷ്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളായാലും ശരി, US ആയാലും ശരി, എല്ലാവരും ചൈനയെ വലിയ രീതിയിൽ ഡിപ്പെൻഡന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നീട് അവരവരുടെ പോളിസിയിൽ മാറ്റം കൊണ്ടുവരാം. അതായത് ഏത് കമ്പനിയാണോ അവരുടെ കംപ്ലീറ്റ് ഡാറ്റ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ ജോലി ചെയ്യുന്ന അവർക്ക് ആ ഉള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വേണം എന്നുള്ള രീതിയിലേക്ക് ചൈന മാറി. അത് കഴിഞ്ഞിട്ടാണ് കോവിഡ് വന്നപ്പോഴത്തേക്ക് ഈ ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ വലിയ രീതിയിലുള്ള പ്രശ്നം പറ്റിയപ്പോഴാണ് ആളുകൾ മനസ്സിലാക്കിയത് എല്ലാവരും ചൈനയെ മാത്രമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം വരും. അപ്പോഴാണ് ഇത് മനസ്സിലായത് മറ്റ് രാജ്യങ്ങളുണ്ട്. അവിടെയാണ് ഭാരതത്തെ പോലുള്ള രാജ്യത്തിന്റെ ഒരു പ്രസക്തി വരുന്നതും. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു രാജ്യമാണ് ഭാരതം. കാരണം ചൈനയിൽ നിന്ന് വലിയ കമ്പനീസ് എല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് മാറണം എന്നുള്ള ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ എൻവയറമെന്റ് ആയിട്ടുള്ള കാര്യം, അതായത് ഒരു ബിസിനസ് എൻവയറമെന്റ് വെച്ച് നോക്കുമ്പോൾ ഭാരതം തന്നെയാണെന്ന് എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. വിയറ്റ്നാം ഉണ്ട്, അതുപോലെ തന്നെ മറ്റു ചില രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ദ സ്കോപ്പ് എത്രമാത്രം വലിയൊരു മാർക്കറ്റാണ്, അത് ഭാരതം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യം, അത് ഞാനോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ ആരെങ്കിലും പറഞ്ഞല്ല, ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഈ കണക്കുകളൊന്നും കള്ളം പറയാൻ സാധിക്കില്ല. അപ്പൊ അവിടെയാണ് ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പം 2022 ചൈനീസ് തന്നെ അവരുടെ ഒരു കണക്കനുസരിച്ച്, അവരുടെ നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന അവർ കണക്കെടുത്തപ്പം അവിടെ ഈ 16 തൊട്ട് 24 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആളുകൾക്ക് 21% വരെ അവിടെ എംപ്ലോയ്മെന്റ് ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു. അത് കാരണം എന്ത് പറ്റുന്ന അവർ ആ കണക്കെടുക്കുന്നത് നിർത്തിച്ചു. അതായത് കാരണം ഈ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഡാറ്റയും വേണ്ട, ഒരുമിച്ചുള്ള രീതിയിൽ നിന്ന് മാത്രം കൊടുത്തു. ഇപ്പോഴും അവരുടെ ഏകദേശം 5.2%, അതായത് വേൾഡ് ബാങ്കിന്റെ റിപ്പോർട്ടിൽ തന്നെ അക്രോസ് എൻറ്റയർ എല്ലാവരെയും നോക്കുകയാണെങ്കിൽ 5.2. അവിടെ ഇന്നത്തെ വേൾഡ് ബാങ്ക് റിപ്പോർട്ട് തന്നെ 4.7% ഭാരതം. അപ്പൊ പറഞ്ഞു വന്നത്, തീർച്ചയായിട്ടും ഇന്നത്തെ അവസ്ഥ വെച്ച് ഭാരതം വളരെയേറെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവിടെയാണ് പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി പുറത്ത് ചെല്ലുമ്പം ഈ കണക്കുകൾ വെച്ച് സംസാരിക്കുമ്പോൾ അതൊരു തെറ്റായ രീതിയിലേക്കുള്ള ഒരു സന്ദേശം പോകുന്നുണ്ട്. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. എനിക്കൊന്ന് പ്രൊഫസർ റോണി കെ ബേബി അത് കേട്ട് കാണും. അദ്ദേഹം ഒരു ഇന്ററാക്ഷനിൽ ഒരു ഹിമാങ്ക് എന്ന് പറഞ്ഞുള്ള ഒരു കുട്ടി, അതായത് ഒരു സ്റ്റുഡന്റ് ആണ്. അദ്ദേഹം അവിടെ ചോദിക്കുകയാണ്. അദ്ദേഹം ആ ഒരു ഇന്ററാക്ഷന്റെ ഈ ചോദ്യോത്തര സമയത്ത് ചോദിക്കുന്ന ഒരു ഉത്തരമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ ഒരു അനാലിസിസ് ചെയ്തു. ഈ കുട്ടി പറയാണ്, അതായത് 10 പേര് ഇന്ത്യൻസ് അമേരിക്കയിൽ പഠിക്കുന്നെങ്കിൽ അതിൽ 7 പേര് തിരിച്ച് ഭാരതത്തിൽ പോകണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. കാരണം ഇന്ന് അമേരിക്കൻ ഡ്രീം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭാരതത്തിൽ ധാരാളം ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ഒരു കണക്കും പറഞ്ഞു, ഏകദേശം ഒരു 5 വർഷത്തിനങ്ങാണ്ട് മില്യൺ പീപ്പിൾ അങ്ങോട്ട് പോയി എന്നുള്ള രീതിയിൽ ഉള്ള കണക്ക് അദ്ദേഹം പറഞ്ഞു.
അപ്പൊ ഈ ചോദ്യം ഇതിനകത്ത് പിന്നെ അദ്ദേഹം രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത് അങ്ങയുടെ അഭിപ്രായം എന്താണ്, ഇന്ത്യയുടെ ഈ ഗ്രോത്തിനെ കുറിച്ച് എന്താണ് എന്നുള്ളൊരു അഭിപ്രായമാണ് അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരം പോലും ശ്രീ രാഹുൽ ഗാന്ധി ഇവിടുത്തെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അദാനി അംബാനി ആ ഒരു രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ഡിസ്കഷനിലേക്കും ഏകദേശം 16 ലക്ഷം കോടി രൂപ ഈ 20-25 ആളുകൾ മാത്രം എടുത്തു എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു യുവ ഇന്ത്യൻ, ഭാരതീയ ഇന്ത്യൻ പുറം രാജ്യങ്ങളിൽ പഠിക്കുന്ന ആ യുവ ഇന്ത്യൻ ഇന്ത്യയിലേക്ക് നോക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്നവർ ഇന്ത്യയിലേക്ക് നോക്കുകയാണ്. അവർക്ക് ഇന്ത്യയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുന്നുണ്ട്. അതാണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം അനാലിസിസിൽ 10-ൽ 7 പേര് പറയാണ് ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകണം. നമ്മൾ മനസ്സിലാക്കുക ഇവിടുന്ന് പഠിച്ച് US-ലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്താണ് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വരണം എന്നുള്ള ഒരു ഫീല് വരുന്നത്. എന്തുകൊണ്ടാണ് ഫീൽ വരുന്നത്? ഭാരതം റൈസ് ചെയ്യുന്നുണ്ട്, ഭാരതം ഗ്രോ ചെയ്യുന്നുണ്ട്. അതിന് ഏത് ഗവൺമെന്റ് വന്നാലും ഭാരതം റൈസ് ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ്. അവിടാണ് ശ്രീ രാഹുൽ ഗാന്ധി അവിടെ ഭാരതത്തിന്റെ ഒരു നല്ല വശം പറയാമായിരുന്നു എന്നുള്ള എന്റെ അഭിപ്രായം. കാരണം അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും പുറത്ത് അത്രമാത്രം വളരെ സെൻസിറ്റീവ് ആയിട്ടും വളരെ എല്ലാ വാക്കും ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പം സിഖുകാരെ കുറിച്ച് പറഞ്ഞു. നമ്മൾ സിഖുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ദേശഭക്തിയായിട്ടുള്ള ആളുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് സിഖുകാർ തന്നെയാണ്. കുറച്ച് ആളുകൾ അവർക്ക് ചില ബ്രെയിൻ വാഷിംഗ് ഒക്കെ കാരണം അവർ ഖാലിസ്ഥാനും മറ്റു കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ അതിന്റെ ബാക്കിൽ തന്നെ ഈ K2 പോളിസി എന്ന് പറയുന്ന പാകിസ്ഥാന്റെ കശ്മീർ ആൻഡ് ഖാലിസ്ഥാൻ ഈ രണ്ടുപേരെയും വെച്ച് ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ള ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് ഈ കുറച്ച് സിഖുകാരെ അവർക്ക് ബ്രെയിൻ വാഷ് ചെയ്യുക. പക്ഷെ ഭൂരിപക്ഷം സിഖുകാരും അത് 99% തന്നെ ഞാൻ പറയും 99.99%. നമ്മളിപ്പോ സൈനികരായിരുന്നല്ലോ, സൈന്യത്തിൽ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പദവികളിലൊക്കെ നമ്മൾ സിഖുകാരെ കാണാൻ കഴിയും. കാരണം അവരുടെ രാജ്യസ്നേഹം ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള രാജ്യസ്നേഹമാണ് അവർക്കുള്ളത്. പക്ഷേ അങ്ങനെ ഉള്ളപ്പോഴാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത്, അതും സിഖ് സമൂഹത്തെ പറ്റി സംസാരിക്കാൻ കോൺഗ്രസ്സിന് എന്ത് അവകാശമെന്ന് പോലും ചോദിച്ചു പോകുന്ന ചരിത്രപരമായ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക്, ആ വിഷയത്തിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി, അങ്ങ് കോളേജ് അധ്യാപകൻ കൂടിയാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും ചരിത്രം ഒക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആൾ കൂടിയാണ്. 1984 ഒക്ടോബർ 31 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നത്. അതേ തുടർന്ന് ഡൽഹിയിലുണ്ടായ രാജ്യത്തുണ്ടായ സിഖ് വിരുദ്ധ കലാപം അത് മറന്നു പോകാൻ ഇടയില്ല. 8000-ഓളം സിഖുകാരാണ് കൊല്ലപ്പെട്ടത്. ഡൽഹിയിൽ മാത്രം 3000-ലേറെ സിഖ് വംശജർ, സിഖ് മതത്തിൽ ജനിച്ചവർ കൊല്ലപ്പെട്ടു. 20,000-ഓളം ആളുകൾ ഭവനരഹിതരായി, അവർ വീട് വിട്ടു പോകേണ്ട സാഹചര്യം വന്നു. വലിയ കലാപമാണ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിനെ തുടർന്ന് നടന്നത്. അങ്ങനെ അതിന് നേതൃത്വം കൊടുത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്ത് ചെന്ന് അവിടെ നിലവിലിവിടെ സിഖ് മതസ്ഥർക്ക് ആരാധനയ്ക്ക് അവരുടെ ഗുരുദ്വാരകളിൽ പോകാൻ പോരാട്ടം നടത്തണമെന്ന് പറയുന്നത്. പിന്നെ തമിഴ് ഭാഷയോടുള്ള സ്നേഹം, അത് നമ്മൾക്കറിയാം. ഈ നരേന്ദ്രമോദി സർക്കാർ ഈ അധികാരത്തിൻ്റെ ചെങ്കോൽ, പ്രത്യേകിച്ചും അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച ചെങ്കോൽ, ഏതോ ഒരു ഗോഡൌണിൽ തള്ളിയിട്ടിരുന്ന ചെങ്കോൽ, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അവിടുത്തെ പുരോഹിതർ സമർപ്പിച്ച അധികാരത്തിൻ്റെ ചെങ്കോൽ, അവിടെ ചെലന്തിവല പിടിച്ചു കിടന്ന ആ ചെങ്കോൽ, അത് വേണ്ട പ്രാധാന്യത്തോടുകൂടി തമിഴ്നാട്ടിലെ മതപുരോഹിതരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ അത് അധികാരത്തിൻ്റെ ചെങ്കോലായി അവിടെ പ്രതിഷ്ഠിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അന്ന് അതിനെ എതിർത്തവരാണ് കോൺഗ്രസ്. ഇപ്പോഴാണ് നിങ്ങൾ തമിഴ് പ്രേമവും സിഖ് പ്രേമവും ഒക്കെ പറയുന്നത്. എന്ത് ആത്മാർത്ഥതയാണ് ഇതിലുള്ളത് പ്രൊഫസർ റോണി കെ? എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും സിഖ് കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഒരു നാച്ചുറൽ റെസ്പോൺസ്, ഞാൻ ആ രീതിയിലല്ല ഞാൻ അതിനെ പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു ദുരന്തം അത് സംഭവിച്ചു. അതിന്റെ പേരിൽ കോൺഗ്രസ് പലതവണ ആത്മാർത്ഥമായി തന്നെ സിഖ് ജനതയോട് അന്ന് ഉണ്ടായ ഒരു റെസ്പോൺസ്, അതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ആത്മാർത്ഥമായി തന്നെ സിഖ് ജനതയോട് പലതവണ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. ആ ക്ഷമാപണം അതിന്റെ അർത്ഥത്തിൽ തന്നെ ആ സിഖ് സമുദായം ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ പിന്നീട് പലതവണ കോൺഗ്രസ് പഞ്ചാബില് അധികാരത്തിൽ വന്നു. ആ സിഖ് സമുദായം തന്നെ ഇന്നും അതിശക്തമായിട്ട് കോൺഗ്രസിനൊപ്പം നിൽക്കുന്നു. ഞങ്ങൾക്ക് ചരിത്രത്തിൽ വന്നൊരു തെറ്റ്, അതിന് ഞങ്ങൾ പ്രായശ്ചിത്തം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ
ക്ഷമയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ആ രീതിയിലേക്ക് ചർച്ച പോകാനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുജറാത്ത് കലാപത്തിന്റെ കാര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഒരിക്കലും നമ്മുടെ ഈ ഒരു പിന്നെ ചർച്ചയുടെ വിഷയം അതല്ലാത്ത പ്രൊഫസർ റോണി കെ ബേബി, ചർച്ച വരുന്നത് സിഖ് സമുദായത്തെ പറ്റി രാഹുൽ പറഞ്ഞതുകൊണ്ടാണ് ആ വിഷയത്തിലേക്ക് വരുന്നത്. നമ്മൾ മനഃപൂർവ്വം കൊണ്ടുവരുന്നതല്ല. സിഖ് സമൂഹത്തിന് ഇന്ന് നമ്മുടെ രാജ്യത്ത് എന്ത് പ്രശ്നമാണുള്ളത്? അവർക്ക് സിഖ് സമൂഹം പോട്ടെ, ഏത് മതസ്ഥർക്കാണ് സ്വന്തം ആരാധനാ കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി പോരാട്ടം നടത്തേണ്ടി വരുന്നത്? ഏത് മതസ്ഥർക്കാണ്? സിഖ് അടക്കം ഏത് മതസ്ഥർക്കാണുള്ളത്? നമ്മള് പിന്നെ അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. പിന്നെ ഗോരക്ഷയുടെ പേരിലൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയാണല്ലോ നമ്മുടെ പിന്നെ ഈ രാജ്യത്ത് തന്നെ ആൾക്കൂട്ട കൊലപാതകവും നരഹത്യവും ഒക്കെ നടന്നത് നമ്മുടെ രാജ്യത്ത് തന്നെയാണല്ലോ. അപ്പോൾ ഈ മതസ്വാതന്ത്ര്യത്തൊക്കെ ഈ അതുപോലെ തന്നെ ഉത്തർപ്രദേശില് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളൊക്കെ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റാരോപിതമായി കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന്റെ വീടിന് നേരെയും കടയുടെ നേരെയും JCB ഇടിച്ചുകൊണ്ട് തകർക്കുന്ന പിന്നെ സാഹചര്യവും ക്രിസ്തുമസിലൊക്കെ ഈ നാട്ടില് മണിപ്പൂരിൽ നടക്കുന്നൊക്കെ ഞാൻ ആ ഒരു പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് മണിപ്പൂർ ഇപ്പോഴും 2 വർഷമാകുന്നു മണിപ്പൂര് കത്താൻ തുടങ്ങിയിട്ട്. എവിടെയുണ്ട് ഈ രാജ്യത്തിന്റെ പിന്നെ ഭരണാധികാരികള്? ഈ രാജ്യത്തിന്റെ വലിയ പവർ പിന്നെ ശക്തമായ രാജ്യമാണെന്നും പിന്നെ എല്ലാ പ്രശ്നവും പരിഹരിക്കുവാൻ കഴിയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഈ രാജ്യം ഭരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇന്നും പിന്നെ വാർത്ത കണ്ടു ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ അതിക്രൂരമായി പിന്നെ അവിടെ മണിപ്പൂരിൽ എന്താ ഈ രാജ്യത്തിനകത്ത് തന്നെ എന്താ 2 രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പിന്നെ മണിപ്പൂർ മാറുമ്പോൾ നമ്മൾ മതസ്വാതന്ത്ര്യമൊക്കെ പിന്നെ ചർച്ച ചെയ്യാൻ നമുക്ക് പിന്നെ പറയാനായിട്ട് ഒരുപാട് ഉദാഹരണമുണ്ട്. എനിക്കിവിടെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ബഹുമാനപ്പെട്ട BJP-യുടെ വക്താവ് ശ്രീ പത്മനാഭൻ അദ്ദേഹം ബാലബുദ്ധി എന്ന് ശ്രീ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഇനിയും വായിക്കാൻ പോകുന്ന ഒരു പ്രസ്താവന ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം 2015 മെയ് മാസം അദ്ദേഹം 2 തവണ ഈ പറയുന്ന സൗത്ത് കൊറിയയിലെ സിയോൾ എന്ന സ്ഥലത്തും 2 ചൈനയിലും എന്ന് പറയുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ചൈന എന്ന് പറയുന്ന ആ ചൈനയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റതിനു ശേഷം നരേന്ദ്രമോദി പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ ഇപ്പോൾ വായിക്കാം. There was a time when people used to feel that what sin they committed in their past life which resulted in taking birth in India. ഇതെന്താ പറയുന്നത്? 2014 മുമ്പ് ഇന്ത്യയിലെ ജനങ്ങൾ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം എന്ത് പാപത്താലാണ് ഞങ്ങൾ പാപം ചെയ്തത് കൊണ്ടാണ് ഈ രാജ്യത്ത് ജനിക്കേണ്ടി വന്നത്, ഈ രാജ്യത്ത് എങ്ങനെയും ഞങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചു പോയതിന് പേരിൽ ലജ്ജിച്ച് തലവാഴ്ത്തിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയാണ്. അന്ന് അദ്ദേഹം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഒന്നുമല്ല. 2015 മെയ് മാസം ചൈനയിൽ നിന്നുകൊണ്ട് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞ വാക്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ബാലബുദ്ധി എന്നൊക്കെ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ബുദ്ധി എന്തായിരുന്നു എന്ന് നമുക്ക് തിരിച്ചുകൂടി ഈ പ്രസ്താവന വെച്ചുകൊണ്ട് പിന്നെ പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ പുറത്തുപോയി ഒരു നേതാവ് പോലും ഇത്ര മോശമായി ഈ രാജ്യത്ത് ജനിച്ചു പോയതിന്റെ പേരിൽ ലജ്ജിച്ച് തലതാഴ്ത്തി ഏതോ മഹാപാപം ചെയ്തതിന്റെ പേരിലാണ് ഞാൻ ഈ രാജ്യത്ത് ജനിച്ചു പോയത് എന്ന് പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ മറന്നു പോകരുത് എന്നുകൂടി ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. പിന്നെ ഇവിടെ പറയുന്നു നമ്മൾ ചൈനയെ ഒരുപാട് ഉയർത്തിക്കാട്ടിയെന്ന്. ആ ഒരു നമ്മളെ കോൺഗ്രസ് ചർച്ച ചെയ്യേ രാഹുൽ ഗാന്ധി പറഞ്ഞ ഉത്തരം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇവിടുത്തെ പ്രൊഡക്റ്റീവ് സെക്ടർ, അല്ലാതെ രാഹുൽ ഗാന്ധി ഇന്ത്യ ചൈനയുടെ സമ്പദ് വ്യവസ്ഥ താരതമ്യം ചെയ്തെന്നല്ല പറഞ്ഞത്. പ്രൊഡക്റ്റീവ് സെക്ടർ, അതായത് കാർഷിക മേഖലയും വ്യാവസായിക മേഖലയും അടങ്ങുന്ന സെക്ടർ. ബഹുമാനപ്പെട്ട പിന്നെ ജിന്നി പറഞ്ഞു, ശരിയാണ്, നമ്മുടെ സാമ്പത്തിക വളർച്ച 7% പക്ഷെ ഈ വർഷത്തെ തന്നെ കണക്ക് നോക്ക്, നമ്മുടെ ആഭ്യന്തര ഉൽപാദനം -7.1%. ഈ ആഭ്യന്തര ഉൽപാദനത്തിന് പ്രധാനമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട 2 സെക്ടർ, ഒന്ന് മാനുഫാക്ചറിംഗ് സെക്ടർ, അതിന്റെ ഗ്രോത്ത് എത്രയാണെന്നറിയോ? -12.42%. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഇത്രയും രൂക്ഷമായ തൊഴിലില്ലായ്മ ഉണ്ടാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യത്ത് സർവീസ് സെക്ടർ വളർന്നുകൊണ്ട് മാത്രം ഈ രാജ്യത്ത് ജനങ്ങളെല്ലാം വലിയ പിന്നെ സാമ്പത്തികമായിട്ട് വളരത്തില്ല. ഈ രാജ്യത്ത് ജനങ്ങൾക്ക് സാമ്പത്തികമായ വളർച്ച ഉണ്ടാകണമെങ്കിൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തികമായ അന്തരമില്ലാതാകണമെങ്കിൽ ഇവിടെ വളരേണ്ടത് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറായിട്ടുള്ള അഗ്രികൾച്ചറും സെക്കൻഡറി സെക്ടറുള്ള ഇൻഡസ്ട്രിയിലുമാണ്. പക്ഷെ ആ 2 മേഖലയിലും നമ്മൾ വല്ലാതെ പുറകോട്ട് പോകുന്നു. സേവന മേഖലയിൽ മാത്രം ബാങ്കിങ് IT പോലെയുള്ള ബയോടെക്നോളജി പോലെയുള്ള പിന്നെ സേവന മേഖലയിൽ മാത്രം നമ്മൾ കുതിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും? വളരെ ശ്രീ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് ഈ രാജ്യത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ രാജ്യത്ത് 4 കോടി ആളുകൾ തൊഴിലില്ലാതെ, അല്ലെങ്കിൽ അത്രമാത്രം ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ നിരക്കിലൂടെയാണ് ഈ രാജ്യം കടന്നു പോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഉൽപാദന മേഖലയിൽ ഉണ്ടായ തകർച്ചയാണ്.
ഉൽപാദന മേഖലയുടെ തളർച്ചയാണ് എന്നാണ് ശ്രീ രാഹുൽ ഗാന്ധി സർ, റോണി കെ ബേബി ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം ഇത് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് വേദികളിലാണ്. നിങ്ങൾ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പ് വേദി നടത്തേണ്ട പ്രസംഗമല്ല മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പ്രതിനിധിയായി അവിടെ എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിനെതിരെ പറയേണ്ടത് അമേരിക്കയിലല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ അത് പറയണം. കോൺഗ്രസ് ഭരിച്ച കാലത്താണ് AB വാജ്പേയിയെ ഐക്യരാഷ്ട്രസഭയിൽ അയച്ചത്. അവിടെ അദ്ദേഹം നടത്തിയ പ്രസംഗം നിങ്ങളെടുത്ത് വായിച്ചു നോക്കണം, കേട്ടു നോക്കണം. നമ്മൾ കോരിത്തരിക്കുന്ന പ്രസംഗം, നമ്മുടെ രാജ്യത്ത് ജനിച്ചതിൽ ഉള്ള അഭിമാനം നമ്മൾക്ക് ആ നിമിഷം തോന്നും. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ, അങ്ങനെ കോൺഗ്രസ് ഭരിച്ച കാലഘട്ടത്ത് ഇവിടുന്ന് AB വാജ്പേയിയെ പോലുള്ള നേതാക്കൾ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഭാരതത്തെ പ്രതിനിധീകരിച്ച ഒരു നേതാവ് പോകുമ്പോൾ അവിടെ പറയേണ്ട ഭാഷ അല്ല പ്രൊഫസർ റോണി കെ ബേബി. അദ്ദേഹം ഇന്ത്യയിൽ BJPക്കെതിരെ, ഇന്ത്യയിൽ കോൺഗ്രസിന്റെ വേദികളിൽ ഇവിടുത്തെ ഭരണം തെറ്റാണ്, ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹം ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും പോകട്ടെ, ജോഡോ യാത്രയിൽ പറയട്ടെ. പക്ഷേ അമേരിക്കയിൽ അല്ലെങ്കിൽ മറ്റൊരു വിദേശ രാജ്യത്ത് അങ്ങ് ആ രാജീവ് പറഞ്ഞത് തെറ്റില്ല എന്ന് എങ്ങനെ പറയാൻ കഴിഞ്ഞു പ്രൊഫസർ റോണി കെ ബേബി? കാരണം രാഹുൽ ഗാന്ധി അവിടെ മാധ്യമ പ്രവർത്തകരെ വിളിച്ചുകൂട്ടി പത്രസമ്മേളനം നടത്തിയ പ്രസ്താവനയല്ല ഇത്. അവിടെ ഇന്ത്യൻ വംശജരായിട്ടുള്ള ആളുകൾ ഒരു അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യം ചെയ്യൽ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യോത്തര വേളയിൽ രാഹുൽ ഗാന്ധി വളരെ ഫാക്ട്സ് തുറന്നു പറഞ്ഞു. ഈ വസ്തുതകൾ തുറന്നു പറയുന്നതിന് എന്തിനാ BJP? ശ്രീപത്മനാഭൻ, ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ പല നേതാക്കൾ, രാജ്യത്തെ പല രാഷ്ട്രീയ പാർട്ടിയുടെ പല നേതാക്കൾ വിവിധ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ നിലവിലുള്ള ഭരണ സംവിധാനത്തെ എതിർത്ത് സംസാരിക്കുന്ന ഒരു പതിവ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെ നടത്താറുണ്ടോ? അങ്ങനെ നടത്തുന്നത് പ്രത്യേകിച്ച് ആ രാജ്യത്തിന് ക്ഷീണം തന്നെയല്ലേ? ഈ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ എതിരുണ്ടാവും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവർ സംസാരിക്കുന്നതിന് ഒരു നിയന്ത്രണം സ്വയം ഏർപ്പെടുത്തേണ്ടതല്ലേ? ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും BJPയുടെ നേതാക്കൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തിയതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ നടത്തുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ശ്രീ പത്മനാഭൻ? ഞാനൊരു ചിത്രം കാണിച്ചു തരാം. 2008 ജൂലൈ മാസം 7-ാം തീയതി ചിത്രമാണ് ഇത്. രാഹുൽ ഗാന്ധിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കൂടി ഒരു MOU, മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്യുന്നതാണ്. രാഹുൽ ഗാന്ധിൻ്റെ പിന്നിൽ നിൽക്കുന്നത് സോണിയാഗാന്ധിയാണ്. അപ്പോൾ 2008 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തവരാണ് ഇവർക്ക് പൈസ കിട്ടിയിട്ടുണ്ടെന്ന്. 40 ലക്ഷം രൂപയാണെന്ന് കിട്ടിയത്. അതൊക്കെ എന്താ പറയുക, പബ്ലിക് ഡൊമൈനിലുള്ള കാര്യം. ഇത് ഇന്ത്യ ടുഡേ ആണ്. ഇത് ഇന്ത്യ ടുഡേ ഡേറ്റഡ് ജൂലൈ 7, 2008. കോൺഗ്രസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സൈൻ MOU. ദി മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് പ്രൊവൈഡ്സ് ദി ടു പാർട്ടീസ് the opportunity to consult each other on important bilateral, regional and international developments. പ്രധാനപ്പെട്ട പരസ്പരമുള്ള, അതോടൊപ്പം ഈ മേഖലയുടെ, അതോടൊപ്പം അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. ഏത് നമ്മളെ അതിർത്തി ലംഘിച്ച് വന്നിട്ട് നമ്മളെ ഭൂമി കൈയടക്കാൻ വരുന്ന ചൈന. ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭരിക്കുമ്പോൾ കേരളത്തിൻ്റെ അത്രയും വലിയ ഭൂപ്രദേശം 33,000 ചതുരശ്ര കിലോമീറ്റർ കൈയടക്കിയ ചൈന എന്നും നമുക്ക് പണി തരുന്ന, ഈ മണിപ്പൂരിൽ ഇപ്പോൾ കലാപകാരികൾക്ക് ആയുധവും അർത്ഥവും ഒക്കെ കൊടുക്കുന്നത്, ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുന്നത് ചൈനയാണ്. അപ്പോൾ ഈ ചൈനയുമായിട്ട് ഇത് നിഷേധിച്ച് നടത്തിയിരുന്നു. അവസാനം ഇത് പത്രവാർത്തയൊക്കെ വന്നു, എല്ലാവരും വാർത്ത വന്നു, ഇപ്പം മിണ്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നു ഇതൊരു കാര്യം. പിന്നെ ഇപ്പം ഇവരുടെ ഒരു മനോഭാവം ഇതാണ്. ഇപ്പോൾ വിദേശ രാജ്യത്ത് പോയിട്ട് ഇന്ത്യക്കാരുടെ ഒരു ക്ലോസ് ഡോർ മീറ്റിംഗ്, ഇന്ത്യൻ വംശജരുടെ ഒരു ക്ലോസ് ഡോർ മീറ്റിങ്ങിൽ വേണമെങ്കിൽ നമ്മുടെ ആഭ്യന്തര വിഷയമൊക്കെ ചർച്ച ചെയ്യാം. അവിടുത്തെ പത്രക്കാർ പങ്കെടുക്കുന്ന, അവിടുത്തെ ആളുകൾ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ കഴിഞ്ഞ തവണ പോയത് പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? എൻ്റെ ആ വീഡിയോ ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട്. ഒരു മനോരമ ചാനലിൽ ആങ്കർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് തർക്കിച്ചപ്പോൾ ഞാനത് പ്ലേ ചെയ്ത് കൊടുത്തതാണ്. ഇൻ ഇന്ത്യ ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് ആർ നോട്ട് കൺസിഡേർഡ് ആസ് ഈക്വൽ സിറ്റിസൺസ്. തുല്യത കൊടുക്കുന്നില്ല ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും. ഇത് അന്ന് അമേരിക്കയിൽ പോയി പറയാം. വീഡിയോ ഇപ്പോഴും അവൈലബിൾ ആണ്. പിന്നെ അഡാനി അംബാനി വായെടുത്താൽ ഇതേ പറയുള്ളൂ. ഞാൻ ലളിതമായി ചോദിക്കട്ടെ, 2018 23 നവംബർ മാസം വരെ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് വരെ
രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചപ്പോൾ അംബാനി അവിടെ എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തത്, അഡാനി ഇൻവെസ്റ്റ് ചെയ്തത് 60,000 കോടി രൂപയാണ്, 60,000 crore അഡാനി. ഇപ്പോൾ തെലുങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് 1.25 വർഷമേ ആയിട്ടുള്ളൂ. ഓൾറെഡി 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടന്നു കഴിഞ്ഞു. പിന്നെ നിർമ്മല സീതാരാമൻ ചോദിച്ചതുപോലെ ഈ പിഴിഞ്ഞം പോർട്ടിന് അഡാനിക്ക് കൊടുത്തത് ആരാ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അല്ലേ? എത്ര മോശക്കാരനാണെങ്കിൽ കൊടുക്കാവോ? അപ്പം നമ്മുടെ രാജ്യത്തിലെ ഇൻഡസ്ട്രിയലിസ്റ്റ് ലോക നിലവാരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുമ്പോൾ അതിൽ നമുക്ക് എന്താ ഇത്ര അസഹിഷ്ണുത? എനിക്ക് മനസ്സിലാവുന്നില്ല. അഡാനി എന്താ ചൈനക്കാരനാ? അഡാനി എന്താ പാകിസ്ഥാൻകാരനാ? ഹിസ് എൻ ഇന്ത്യൻ എന്റർപ്രണർ. ഇതിൽ എന്താ തെറ്റ്? എന്താ അവരുടെ ഇത്ര ദേഷ്യം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മുകേഷ് അംബാനി പരസ്യമായി പറഞ്ഞില്ലേ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് 2019 പറഞ്ഞില്ലേ മുകേഷ് അംബാനി? ആ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും പബ്ലിക് ഡൊമൈനിലുണ്ട്. അപ്പം അതാ പറയുന്നത്. എന്താ ഈ പറയുന്നതിൽ അർത്ഥം? കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഡാനി ഇൻവെസ്റ്റ് ചെയ്യുന്നു, രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുമ്പോൾ അഡാനി 60,000 crore ഇൻവെസ്റ്റ് ചെയ്യുന്നു, തെലുങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അയാൾ എല്ലാ സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നു. വാട്ട് ഈസ് യുവർ പ്രോബ്ലം? എന്താ നിങ്ങളുടെ പ്രശ്നം? എന്നിട്ടില്ലേ വിദേശ രാജ്യത്ത് പോയിട്ട് അവരെ പറ്റിയിട്ട് 16 ലക്ഷം കോടി രൂപ അവരെ കയ്യിലാന്ന് പറയണോ? ഞാൻ ചോദിക്കട്ടെ, ഇത് മാർക്കറ്റ് എക്കണോമി ആയത് എപ്പോഴാ? 1991 ജൂൺ മാസത്തിൽ നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനകാര്യമന്ത്രി ആയപ്പോഴല്ലേ മാർക്കറ്റ് എക്കണോമി ആയത്? അപ്പോഴല്ലേ വിദേശ നിക്ഷേപവും സ്വകാര്യ നിക്ഷേപവും ഒക്കെ പ്രോത്സാഹിക്കാൻ തീരുമാനിച്ചത്? അത് അന്നല്ലേ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയത്? അപ്പൊ പിന്നെ എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? പിന്നെ നിങ്ങൾ ചോദിച്ചു വാജ്പേയിയുടെ പ്രസംഗം. അന്നൊരു കാര്യം ഉണ്ടായിരുന്നു. തലയ്ക്കകത്ത് ആള് താമസമുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാരനായ നരസിംഹറാവു. അദ്ദേഹം മരിച്ചപ്പം ആ മൃതശരീരം AICC ആഫീസിൽ ഒരു 5 മിനിറ്റ് വെക്കാൻ അനുവദിച്ചോ? നരസിംഹറാവു മരിച്ചു, കോൺഗ്രസിന്റെ മുൻ AICC പ്രസിഡന്റ്, മുൻ പ്രധാനമന്ത്രി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം AICC ആഫീസിൽ ഒരു 5 മിനിറ്റ് വെക്കാൻ അനുവദിച്ചോ? വിമാനത്തെ കയറ്റി വിട്ടില്ല ഹൈദരാബാദിലേക്ക്. എന്നിട്ട് ഹൈദരാബാദിലാണ് അത് വേണ്ട രീതിയിൽ അന്ന് കൈകാര്യം ചെയ്തത്. അതൊക്കെ ആ പുസ്തകത്തിലുണ്ടല്ലോ. എന്താ പറയുക, ആ ബാറൂഖിന്റെ പുസ്തകം സിനിമയായിട്ടുണ്ടല്ലോ. അനുപം ഖേർ മൻമോഹൻ സിംഗ് അഭിനയിച്ച സിനിമ, ആത്മകഥ, മൻമോഹൻ സിംഗിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ആത്മകഥ. അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ ദി പ്രോബ്ലം ഈസ് ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ആ മാനസികാവസ്ഥയിൽ നിന്നും പുറത്തു വരണം. അത് വന്നിട്ടില്ലെങ്കിൽ അപകടമാണ്. നിങ്ങൾക്കിങ്ങനെ ഈ രാജ്യത്തെ വിദേശ രാജ്യങ്ങളിൽ പോയി തൊട്ടേനും പിടിച്ചേനും ഒക്കെ പബ്ലിക് സ്റ്റേജുകളിൽ, ഞാൻ പറഞ്ഞില്ലേ അവിടുത്തെ ഒരു ക്ലോസ് ഡോർ ഒരു ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഡയസ്പോറ, നമ്മുടെ ആളുകൾ മാത്രമുള്ള സമയത്ത് പറയാം, അത് തെറ്റൊന്നുമില്ല. അതൊക്കെ സാധാരണ നമ്മുടെ ആൾക്കാർ മാത്രമുള്ളപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യില്ലേ. പക്ഷെ ഫോറിൻ ജേർണലിസ്റ്റ്, വിദേശ മീഡിയ എല്ലാവരും ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുക. ഇപ്പോൾ ഒരു സംഭവം, ഞാനിപ്പോൾ എന്നെ ഒരു സുഹൃത്ത്, ഈ ചർച്ച കാണുന്ന ഒരു സുഹൃത്ത് ഡൽഹിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്, പാകിസ്ഥാൻ മീഡിയ ഈസ് സെലിബ്രേറ്റിംഗ്, പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ സിഖുകാർക്ക് ഇന്ത്യയിൽ രക്ഷയില്ല എന്നുള്ള പ്രസ്താവന. അതാണ് മറ്റു രാജ്യങ്ങൾ ഇതൊക്കെ ആഘോഷിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് മറ്റൊരു രാജ്യത്ത് ചെന്ന് നമ്മുടെ രാജ്യവിരുദ്ധപരമായ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഇവിടെ പോലും അത് അങ്ങനെയൊന്നും കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അത് ആഘോഷിക്കുകയാണ്. പ്രത്യേകിച്ചും ചൈന ഭാരതത്തിനെതിരായിട്ടുള്ള എല്ലാ നിമിഷങ്ങളെയും പരമാവധി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, വളരെ പെട്ടെന്ന് ഈ ചൈന ഭാരതത്തിനെതിരായ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനയോട് ചില മമതയൊക്കെ ഉണ്ട്. ആ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ ചൈനയോട് ചില അടുപ്പമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രകടമായി ചൈനയ്ക്ക് അനുകൂലമായ സമീപനങ്ങൾ അടുത്ത കാലത്തൊന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ രാഹുലാണ് ഇപ്പോൾ പ്രകടമായി ചൈനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു നയമാറ്റമായി ഇതിനെ കാണാൻ കഴിയുമോ എസ് ഡിന്നി? നോക്കൂ ശ്രീ വിനോദ്, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, അതിനകത്ത് ഞാനൊരു കോട്ട് തന്നെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ആൻസറിലേക്ക് വരാം. അതായത് ഒരു നൈജീരിയൻ ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്, അദ്ദേഹം ഒരു ബെൻ ഓക്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു രാജ്യത്തിനെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ കഥകളിൽ വിഷം ചേർക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു രാജ്യത്തിന്റെ നശിപ്പിക്കണമെങ്കിൽ ആ വിഷം ചേർത്താൽ മതി കഥകളിൽ. അപ്പൊ ഈ കഥകളിൽ വിഷം എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നരേറ്റീവ്സിന്റെ ഒരു കാലമാണ്. ഐ എം ഷുവർ പ്രൊഫസർ റോണിക്ക് ബേബിക്കും അറിയാം നരേറ്റീവ്സ് എങ്ങനെയാണ് പറയുക, ആരാണ് എങ്ങനെയാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ കുറിച്ച്
യെസ്, ഞാൻ പറയുന്നില്ല നമ്മുടെ രാജ്യത്തിൽ എല്ലാ കാര്യവും ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ കുറെ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും നന്നായിട്ട് നടക്കാൻ പറ്റും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത്രമാത്രം സംസാരിക്കുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്ന് ചിലപ്പം നരേന്ദ്രമോദി ആയിരിക്കും, അദ്ദേഹം ആയിരിക്കും പ്രൈം മിനിസ്റ്റർ, നാളെ ചിലപ്പം രാഹുൽ ഗാന്ധി ആയിരിക്കും, ആരായിക്കോട്ടെ. ഗവൺമെന്റ് വരികയോ പോവുകയൊക്കെ ചെയ്യാം. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ പോലെ ഗവൺമെന്റ് വന്നും പോവുകയൊക്കെ ഇരിക്കും, അലയൻസസ് വന്നും പോയിരിക്കും. പക്ഷെ ഈ രാഷ്ട്രം എപ്പോഴും നിലനിർത്തണം. ആ രാഷ്ട്രം നിലനിർത്തണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. അപ്പൊ പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പുറത്ത് പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അകത്തുള്ള കഥകൾ അല്ലെങ്കിൽ അകത്തുള്ള പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് പരിഹരിക്കാം. പക്ഷെ പുറത്തു പോകുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രമേ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യോ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതെ, പ്രൊഫസർ റോണി കെ ബേബി, അങ്ങേക്കും അറിയാം, അങ്ങയും പലവിധ സമ്മേളനങ്ങൾ പങ്കെടുക്കുന്ന ആളാണ്. മീഡിയ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു സമ്മേളനത്തിൽ അങ്ങ് സംസാരിക്കുന്നത് എങ്ങനെയാവും? വളരെ കോൺഫിഡൻഷ്യലായി വളരെ പ്രധാനപ്പെട്ട ആളുകൾ മാത്രമേ, കോൺഗ്രസിൻ്റെ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സംഘാടകർ മാത്രം ഉള്ളിടത്ത് നിങ്ങൾ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ പറയും. മാധ്യമങ്ങൾ എല്ലാം ശ്രദ്ധിക്കുന്ന ഒരു വേദിയിൽ, പ്രധാനപ്പെട്ട ഒരു ചടങ്ങിൽ നിങ്ങൾ പരസ്യമായി അത്തരത്തിൽ ഒരു വിമർശനം നടത്തുമോ? നടത്തില്ല. അത് തന്നെയാണ് ശ്രീപത്മനാഭനും പറഞ്ഞത്. അവിടെ കോൺഫിഡൻഷ്യലായിട്ട് ഉള്ള ഭാരതീയരുടെ ഒരു യോഗത്തിൽ പറയാം. പക്ഷേ വിദേശ മാധ്യമങ്ങളടക്കം ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ടോക്കിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അവിടെ വെച്ചത് പറയണ്ടായിരുന്നു എന്നെങ്കിലും പ്രൊഫസർ സോണി കെ ബേബിയിൽ നിന്നും ആ ഒരു പരാമർശമെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ അവസാന നിമിഷം. അല്ലേ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. ശ്രീ രാഹുൽ ഗാന്ധി ഇക്കാര്യങ്ങളൊക്കെ പുറത്തുപോയി പറയുന്നത് കൊണ്ടാണ് ലോകം ഇക്കാര്യമൊക്കെ അറിയുന്നത്. ഇവിടെ പറയുന്നു പാകിസ്ഥാനിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, ചൈനയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അന്തർദേശീയ തലത്തിലൊക്കെ എത്രയോ വിമർശനങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഞാൻ പറയും, മണിപ്പൂർ ഉൾപ്പെടെ, ഈ രാജ്യത്തെ മതസ്വാതന്ത്ര്യം ഉൾപ്പെടെ, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, യൂറോപ്യൻ പാർലമെന്റ് ഉൾപ്പെടെ എത്രയോ തവണ ഈ മണിപ്പൂരിൽ അവിടെ വസ്തുതാന്വേഷണത്തിന് പോയ മാധ്യമ സംഘത്തിന് നേരെ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുത്തതിനെതിരെ ശക്തമായ പ്രതിഷേധം അന്തർദേശീയ തലത്തിലുണ്ടായത് ശ്രീ രാഹുൽ ഗാന്ധി പോയി എന്തെങ്കിലും പറഞ്ഞത് കൊണ്ടാണോ? ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഈ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, എല്ലാ രാജ്യങ്ങൾക്കും അറിയാം, എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം. അവിടെ പോയി ശ്രീ രാഹുൽ ഗാന്ധി പുതുതായിട്ടൊന്നും പറയേണ്ടതില്ല. ഇവിടെ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി അവിടെ പോയി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു പത്രസമ്മേളനത്തിലല്ല രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവിടെ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികൾ, അവിടെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വംശജരായ വിദ്യാർത്ഥികളുമായി അവിടെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ, ഇന്ത്യൻ ഡയസ്പോരയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ, തമിഴ് വംശജരുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ സംസാരിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കോൺവെർസേഷൻ, അതിനെ ഇവിടെ സന്ദർഭത്തിൽ അടർത്തി മാറ്റി ഇത് വലിയ രാഹുൽ ഗാന്ധി എന്തിയോ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങേണ്ടതുണ്ട്. ശ്രീപത്മനാഭനിലേക്കും കൂടി പോവുകയാണ്. ശ്രീപത്മനാഭൻ, അത് ഇവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്, പിന്നെ പറഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നാണ് ഇപ്പോഴും പ്രൊഫസർ റോണി കെ ബേബി ചോദിക്കുന്നത്. ശ്രീപത്മനാഭൻ, ഇതിലേതാണ് നടക്കുന്നതെന്നാണ് സംശയം. ഒരാള് കള്ളനാണ് എന്ന് അയാളുടെ അയൽവാസി ഒരാൾ കള്ളനാണ് എന്ന് അയാളുടെ അയൽവാസികളും അയാളുടെ ഗ്രാമത്തിലുള്ളവരൊക്കെ പറഞ്ഞാൽ നമുക്കതങ്ങ് മനസ്സിലാക്കാം. പക്ഷെ അയാളുടെ ഭാര്യ തന്നെ പറയുകയാണ് അയാൾ കള്ളനാന്ന് പറഞ്ഞാലോ, മക്കൾ തന്നെ പറയുകയാണ് കള്ളനാന്ന് പറഞ്ഞാലോ, അപ്പോൾ അയാൾ പ്രതിക്കൂട്ടിലായില്ലേ? ശരിക്കും പ്രതിക്കൂട്ടിലായില്ലേ? ഇവിടുത്തെ പ്രശ്നം അതാണ്. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പദവി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. ഐ തിങ്ക് ദാറ്റ് ഈസ് ദി പ്രോബ്ലം. കാരണം കോൺഗ്രസ്സുകാർക്ക് ഭരിച്ചിട്ടല്ലേ ശീലമുള്ളൂ 5-6 പതിറ്റാണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണല്ലോ പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങിയത്. ഈ പ്രതിപക്ഷത്തിരുന്നിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി വരണം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ പറ്റി, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ക്യാബിനറ്റ് റാങ്കുള്ള ആള്, ഇംഗ്ലണ്ടിലൊക്കെ ഷാഡോ പ്രൈം മിനിസ്റ്ററാണ്, അയാൾ പോയി പുറമേന്ന് പറയുമ്പോൾ അത് സത്യസന്ധമായ സംഗതിയാണ് എന്ന് വിശ്വസിക്കപ്പെടും. നമ്മുടെ രാജ്യത്ത് സിഖുകാർക്ക് രക്ഷയില്ല എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാൽ വിദേശ മാധ്യമങ്ങൾ ആരോപിക്കുന്ന പോലെയല്ല. സി ലുക്ക്, യുവർ ഓപ്പോസിഷൻ ലീഡർ ഈസ് സേയിങ് സോ. അപ്പോൾ അത് ആഘോഷമായി, പാകിസ്ഥാനിൽ ആഘോഷമായി. അപ്പോൾ താൻ ഇരിക്കുന്ന പോസ്റ്റിൽ എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു, ഞാൻ അതാണ് പറഞ്ഞത്, ബാലക ബുദ്ധിയാണ്, ചെറിയ കുട്ടീൻ്റെ ബുദ്ധിയാണ്. ഇത് മനസ്സിലായിട്ടില്ല. പിന്നെ കൂടെയുള്ള ഉപദേശകന്മാർ, ഡൽഹിയിൽ നിന്നുള്ള ആളുകൾ പറയുന്നത് പലരും അർബൻ നക്സലൈറ്റുകളാണ്. പണ്ടൊന്നും കോൺഗ്രസ്സുകാരുടെ വാതിൽപ്പടി പോയിട്ട് കോമ്പൗണ്ടിനുള്ളിൽ അർബൻ നക്സലൈറ്റുകളെ കയറ്റൂലായിരുന്നു. പണ്ടത്തെ ഇന്ദിരാഗാന്ധിൻ്റെ കാലത്തൊന്നും കോൺഗ്രസിൻ്റെ AICC ആഫീസിൻ്റെ കോമ്പൗണ്ടിൽ കയറ്റൂലായിരുന്നു ഈ അർബൻ നക്സലൈറ്റുകളെ. ഇപ്പോൾ അവരൊക്കെയാണ്, JNUക്കാരൊക്കെയാണ് ഇത് ഉപദേശിക്കുന്നത്. ഇതിൻ്റെ കുഴപ്പമാണ്. കനയ്യ കുമാറായിരുന്നല്ലോ ഡൽഹിയിലെ സ്ഥാനാർത്ഥി.
ഏത് ഭാരത് കി ബർബാദി തക്ക് ജംഗ് രഹേഗി. തീർച്ചയായും മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ രാഷ്ട്രസ്നേഹികൾക്ക് വേണ്ടി രൂപീകരിച്ച ശ്രീപത്മനാഭൻ മഹാത്മാഗാന്ധിയെ പോലെയുള്ള ആളുകൾ രാഷ്ട്രസ്നേഹികൾക്ക് വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസിൻ്റെ ഇന്നത്തെ നേതാവാണ് ഇത്തരത്തിൽ പുറം രാജ്യങ്ങളിൽ പോയി നമ്മുടെ രാജ്യത്തെ പുച്ഛിക്കുന്നത്. എന്തായാലും ജനങ്ങൾ ഇത് സസൂക്ഷ്മം കേൾക്കുന്നുണ്ട്. അവർക്ക് ഇക്കാര്യത്തിൽ വ്യക്തമായ തീരുമാനമുണ്ട്, വ്യക്തമായ അഭിപ്രായമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ആ ഒരു നിലവാരത്തിൽ ഉയർന്നുകൊണ്ട് വേണം അദ്ദേഹം സംസാരിക്കാൻ എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെയും അഭിപ്രായം. എന്തായാലും ഈ ഡിബേറ്റിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. BJP പ്രതിനിധി അഡ്വക്കേറ്റ് VP ശ്രീപത്മനാഭൻ, കോൺഗ്രസിൽ നിന്നും പ്രൊഫസർ റോണി കെ ബേബി, റിട്ടയർഡ് കേണൽ S ഡീനി എന്നിവരാണ് ഇന്നത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഈ ചർച്ച വീക്ഷിച്ച പ്രേക്ഷകർക്കും നന്ദി. ജനൻ ഡിബേറ്റ് സമാപിക്കുന്നു. നമസ്തേ.